നടനും സെലിബ്രിറ്റിയുമായ ഫിറോസ് ഖാനെതിരെ പോക്സോ കേസ്. പരാതിപ്പെട്ടിരിക്കുന്നത് മുൻ ഭാര്യയായ സജ്ന നൂർ തന്നെയാണ്. സത്യം കേട്ടിട്ടാണ് ഞാൻ ഇതെല്ലാം പറഞ്ഞു പോകുന്നത്. എനിക്ക് വയ്യ. അത് കഴിഞ്ഞിട്ടാണ് തീവ്രമായിട്ടാണ് ഓരോ കാര്യം, ഇവന്റെ കാര്യങ്ങൾ, പല കാര്യങ്ങളും ഞാൻ അറിയുന്നുണ്ട്. എന്റെ ലൈഫിൽ നിന്ന് എഴുതിവിട്ട ഞാൻ എന്തിന് ഇവനെ ഞാൻ ഇതാക്കണം? എന്റെ ലൈഫിൽ ഒരാൾ വന്നിട്ടുണ്ടോ, വന്നിട്ടില്ലയോ, ഇനി ആര് വരുന്നോ, ഇവൻ എന്തിനറിയണം? ഇവൻ കാണിച്ചു കൂട്ടുന്ന പ്രോകൃതം ഞാൻ അതും കൂടെ ഇതിനകത്ത് മെൻഷൻ ചെയ്തിട്ടുണ്ട്. എനിക്കൊരാള്, പക്ഷെ അതൊരു മൈനർ കേസാണ്. ഒരു 17 വയസ്സ് സ്വന്തം മകളുടെ പ്രായമുള്ള ഒരു കുഞ്ഞിനെ ഒരു ഹോട്ടലിൽ കൊണ്ട് ഇവൻ കൊണ്ട് ഉപയോഗിച്ചിട്ടുണ്ട്. ആ കുഞ്ഞിനെ പ്രേമമെന്ന് പറഞ്ഞ് നടിച്ചിട്ട് ആ കുഞ്ഞിനെ ഭയങ്കരമായിട്ട് ആ കൊച്ചു കുറെ ഗിഫ്റ്റുകൾ കൊടുത്തിട്ടുണ്ട്. അതിന്റെ പേരോ ഡീറ്റെയിലോ ഒന്നും ഞാൻ ഇവിടെ പറയുന്നില്ല. അതൊരു മൈനറാണ്. അത് എൻ്റെ അടുത്ത് റിക്വസ്റ്റ് ചെയ്യാണ്, എന്റെ പേരിൽ ഒരിക്കലും എന്റെ പേര് ഇതിനകത്ത് എടുത്തിടല്ലേ. എന്റെ പേരിനകത്ത് എനിക്ക് കല്യാണം കഴിക്കാനുള്ളതായി, എനിക്ക് തെറ്റ് പറ്റിപ്പോയതാ. ഒരിക്കലും ഞാൻ ആ കുഞ്ഞിനെ എന്റെ മകളെ പോലെ, അല്ലെങ്കിൽ ഫിറോസിന്റെ മകളെ ഞാൻ ഒരു മകളെ പോലെ, എന്റെ മകളെ പോലെ ഞാൻ കാണുവാണ്. ആ കുഞ്ഞിന്റെ പ്രായമുള്ള ഒരു കുഞ്ഞ് എന്റെ അടുത്ത് റിക്വസ്റ്റ് ചെയ്യാണ്. അതുകൊണ്ട് ഞാൻ അത് എടുത്തില്ല. പക്ഷെ ലീഗലി ഞാൻ മൂവ് ചെയ്യുന്നുണ്ട്. ആ കുഞ്ഞിന്റെ പേര് വെളിയിൽ വരാതെ ഈ ഒരു കാര്യം ഞാനതൊരു ഇതിനകത്ത് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ആ കുഞ്ഞിന്റെ കാര്യം തിരക്കി കണ്ട് ഇവനെ ലീഗലി ഇവന്റെ വെളിയിൽ ഒരു മൈനർ കേസിനെ ഈ കുഞ്ഞിനെ പീഡിപ്പിച്ച കാര്യം വെളിയിൽ വരണം. ഇനി എനിക്ക് നാണക്കേടും, എനിക്കും എന്റെ കുഞ്ഞിനെ നാണക്കേട് നോക്കിയിട്ട് കാര്യമില്ല. അതും ഞാൻ ലീഗലി കൊടുത്തിട്ടുണ്ട്. അത് മൂവ് ചെയ്യട്ടെ. അത് സത്യാവസ്ഥ എന്താണ് ഈ ലോകം അറിയട്ടെ. ഇവന്റെ തെണ്ടിത്തരം വെളിയിൽ അറിയണം. ഗുരുതരമായിട്ടുള്ള ഒരു ആരോപണമായിട്ടാണ് സജ്ന നൂർ എന്തായാലും മുൻപിൽ വന്നിരിക്കുന്നത്. ഇതിലൊന്നും നിൽക്കുമെന്ന് തോന്നുന്നില്ല. കാരണം ഇതൊരു പോക്സോ കേസാണ്. ഇതൊരു സോഷ്യൽ മീഡിയയിൽ വൈറലായി കഴിഞ്ഞൊരു കേസാണ്. അപ്പൊ എന്തായാലും ഇതിലൊന്നും നിൽക്കാൻ പോകുന്നില്ല. പക്ഷെ ഇപ്പോൾ ഈ വീഡിയോ സജ്ന ഡിലീറ്റ് ആക്കിയിട്ടുണ്ട്. മേ ബി അത് കേസ് കൊടുത്തിരിക്കുന്നത് കൊണ്ടായിരിക്കാം ഇത് ഡിലീറ്റ് ആക്കി കളഞ്ഞിരിക്കുന്നത്. അതിലുപരി ഈ സജ്ന എന്ന് പറയുന്ന ഈ സ്ത്രീയെ ഈ ഫിറോസ് ഖാനിൽ നിന്ന് ഒരുപാട് ക്രൂരതകൾ ഏറ്റെടുത്തിട്ടുള്ള ഒരു വ്യക്തി തന്നെയാണ്. ഒന്നും രണ്ടും കഥകളല്ല ഫിറോസ് ഖാൻ അതിന് ഒരുപാട്, അതിനൊരു ലോഡ് കണക്കിന് ഒരു സ്ത്രീ വിഷയത്തിൽ ഭയങ്കര പ്രാവീണ്യം നേടിയ ഒരാൾ തന്നെയാണ് ഈ ഫിറോസ് ഖാൻ എന്ന് പറയുന്ന ഇയാള്. അതായത് പുറമെ ഭയങ്കര ഇത്രയും നല്ലൊരു വ്യക്തിയില്ല, പക്ഷെ അകത്തോ ഇതാണ് സ്വഭാവം. അതായത് വിത്ത് എവിഡൻസോടെയാണ് നമ്മുടെ ഈ സജ്ന എല്ലാം മുന്നിലോട്ട് കൊണ്ടുവന്നിരിക്കുന്നത്. എന്തായാലും ബിഗ് ബോസിലൂടെ വന്ന എല്ലാവർക്കും ഒരു നല്ല കാലം തന്നെയാണ്. അതായത് ഷിയാസ് കരീമിനും ഈ പറയുന്ന ഈ ഫിറോസ് ഖാനും എല്ലാവർക്കും നല്ല കാലം തന്നെയാണ്. പെണ്ണ് കേസ് കർമ്മ 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 കർമ്മ.